ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ജിഗാബൈറ്റിൻ്റെ ഒരു മദർ ബോർഡിൻ്റെ ബോക്സാണ്. ശരിക്കും ഇതിനകത്തുള്ളൊരു മദർ ബോർഡല്ല, അതിലും വില കൂടിയ കുറച്ച് സാധനങ്ങളാണ്. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. എൻ്റെ കുറച്ച് കുഞ്ഞൻ കാർസിൻ്റെ കളക്ഷൻസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇതിൽ ചില കാറിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ബോക്സിനകത്തുള്ളത് ഒരു G-Wagon മോഡലാണ്. ഇതൊരു 1/38 സംതിങ് മോഡൽ സ്കെയിൽ വരുന്ന മോഡലാണ്. ഇതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ആക്ച്വലി ഇതെനിക്ക് എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. എൻ്റെ ഇൻറ്റീരിയറൊക്കെയാണ് അത്യാവശ്യം ഒരു ഡെമ്മി സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലൊരു ലോഗോയും കാര്യങ്ങളൊന്നുമില്ല. ഒരു മിനിമം ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ള മോഡലാണ്. സോ അടുത്തായിട്ട് വരുന്ന ഒരു മോഡൽ എൻഡേവർ ആണോ അതോ പ്രാഡ ആണെന്ന് കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ മോഡൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ തപ്പി നോക്കി. ഞാൻ ഗൂഗിൾ ലെൻസൊക്കെ ചോദിച്ച് നോക്കിയിട്ട് പ്രാഡ വരുന്നുണ്ട്, ചില സമയത്ത് എൻഡേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലോഗോയും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഡീറ്റെയിലും ഇല്ല, ഒന്നുമില്ല. ബാക്കിലൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഹെഡ്ലൈറ്റൊക്കെ ചുമ്മാ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കകാലത്തെ മോഡലിലൊന്നാണിത്. അപ്പോൾ ഇത് ഏതാണ് കാറെന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് BMW X6 ഒരു മോഡലാണ്. എനിക്കിതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. അത്യാവശ്യം ഫിനിഷിങ്ങും ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുള്ളൊരു മോഡലാണ്. 179 ആണ് പ്രൈസ് വരുന്നത്. ആ പ്രൈസിനകത്ത് നിന്നുകൊണ്ട് അടിപൊളി ഡീറ്റെയിലും കൊടുത്തിട്ടുള്ള മോഡലാണ്. പ്രത്യേകിച്ച് എൻ്റെ കിഡ്നിയിൽ എടുത്ത് വേണം. നമ്മൾ ഈ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫിനിഷ് ചെയ്യുന്ന ഒരു രീതിയും കൂടെ ഉണ്ടല്ലോ. അതായത് നമ്മൾ കടിച്ച് കുറച്ചോളൊന്നും ഇല്ലാതെ കണ്ട് അല്ലെങ്കിൽ ചുമ്മാ തേച്ചൊരച്ച് വെച്ച പോലെ ഇല്ലാതെ കൊണ്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഇത് പോളിഷ് ചെയ്ത പോലത്താണ്. എൻ്റെ കിഡ്നിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അടിപൊളി ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഒരു G-Wagon ആണ്. അതും സെയിം കളറിൽ തന്നെയാണ് വരുന്നത്. ആദ്യത്തെ G-Wagon പോലല്ല, കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ടുള്ള മോഡലാണ്. ഇതിനകത്ത് കുറച്ച് ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 179 ആണ്. എൻ്റെ ഇരിക്കുന്ന മിക്ക മോഡൽസിൻ്റെയും പ്രൈസ് വരുന്നത് 179 ആണ്. അപ്പോൾ ഞാൻ പല സൈറ്റിൽ കണ്ടിട്ടുള്ളപ്പോഴത്തേക്കും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട്, കടകളിലൊക്കെ കണ്ടിട്ടുണ്ട്. 230, 280, 300 എബോ ഒക്കെയാണ് മിക്ക മോഡലും വരുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയെന്ന് തന്നെ പറയണം. 179 ആണ്. പിന്നീട് നമുക്ക് തപ്പിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് കിട്ടത്തില്ല. സോ ഇതാണ് എൻ്റെ ഒരു മോഡൽ. അടുത്ത മോഡൽ വരുന്നത് ഡിഫൻഡറാണ്. ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ഷെയ്ഡ്സ് എൻ്റെ അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഡിസൈൻ എന്നൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് എഴുതിക്കുന്നത്. പക്ഷേ വണ്ടി നമുക്ക് ഒറ്റനോടത്ത് തന്നെ അറിയാം ഡിഫൻഡർ ആണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡും പിന്നീട് എൻ്റെ ഉള്ളത് ഈ ഒരു കളറാണുള്ളത്. ഓറഞ്ചും ബ്ലാക്കോടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണുള്ളത്. ഇതൊരു അടിപൊളി കോംബോ ആണ്. ഇതിൻ്റെ ടയറും അലോയ് വീലും എല്ലാം കൂടെ ബ്ലാക്ക് വരുമ്പോഴത്തേക്കിനും അടിപൊളി ഒരു കോംബോ ആണ് ഈ ഒരു കളർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. നെക്സ്റ്റ് വരുന്നത് കാഡിലാക്കിൻ്റെ ഒരു മോഡലാണെന്ന് തോന്നുന്നു. എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഗൂഗിൾ ലെൻസ് നോക്കി കാഡിലാക്കിൻ്റെ ഒരു ഓൾഡ് മോഡലൊക്കെയാണ് വരുന്നത്. ഇത് ഏതാണ് കാറെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഒരു വിൻറ്റേജ് കാർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചൊരു കാറാണിത്. സോ ഈ കാറും ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഫ്രണ്ടിൽ ലോഗോയോ കാര്യങ്ങളോ ഡീറ്റെയിലോ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്കിത് കുറച്ച് കൺഫ്യൂഷൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി വന്നത് ഇതിൻ്റെ ബാക്ക് ടയറൊക്കെ പഞ്ചറാക്കി ഇത് എങ്ങനെ അഴിച്ച് മാറ്റി സെറ്റപ്പ് ചെയ്യുന്നതാണ് എനിക്കറിയാൻ മേലത്തത്. കാരണം ഇതിൻ്റെ ഫുള്ളി കണ്ടോ ബോഡി ഇത് കവർ ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ബോഡി ഉൾപ്പെടെ ഉരണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഒരു വോക്സ്വാഗൻ്റെ ബീറ്റിലാണ്. സോ ഇത് ഭയങ്കര ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. ഇത് ഇഷ്ടമില്ലാത്ത ആരും കാണില്ല. കാരണം ഇതിൻ്റെ ലുക്ക് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഒരു ക്യൂട്ട് കുഞ്ഞനോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാറാണിത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ പെയിൻറ്റ് ജോബ് എടുത്ത് പറയണം. നല്ല ഫിനിഷിംഗ് ഉള്ള പെയിൻറ്റ് ജോബാണ്. അത് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്കിലാണ് സാധനം വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഷോർട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബെൻസാണ്. നമ്മുടെ 6ാം നമ്പർ ജഗന്നാഥിൻ്റെ ബെൻസാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ്. ലോഗോയും കാര്യങ്ങളൊക്കെ ബെൻസിൻ്റെ അല്ല, ഒരു റോക്കറ്റ് തൊട്ടുള്ള സാധനമാണ് വരുന്നത്. ഇതിൻ്റെ വൈറ്റ് കളറാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് ഗോൾഡൻ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് ഒരു 350 എബോ ഒക്കെ വരും പ്രൈസ് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു മോഡൽ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ധർമ്മേന്ദ്രൻ്റെ വണ്ടിയാണ്. മണവാളൻ ധർമ്മേന്ദ്രൻ. പെട്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുലിവാൽ കല്യാണത്തിനകത്തെ ഒരു ലീഡ് റോൾ ചെയ്തിട്ടുള്ള വണ്ടിയാണിത്. അപ്പോൾ ഇത് സെൻറ്റിയുടെ മോഡലാണ്. പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഇതിൻ്റെ ഡോറൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ഫിനിഷിങ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് നമ്പർ പ്ലേറ്റിൽ കുറച്ച് MTC എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ കാണാം. ക്ലാസിക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പത്മിനിയുടെ മോഡൽ സെൻറ്റിയുടെ ഒരു മോഡലാണ്. അപ്പം അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഇവരിൽ കുറേ മോഡലുണ്ട്. സുസുക്കിയുടെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ i20 അങ്ങനെ ഹ്യുണ്ടയുടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇരിക്കുന്നത് FJ ക്രൂസറാണ്. FJ ക്രൂസറിൻ്റെ 2 ഷെയ്ഡ്സാണ് എൻ്റെ ഉള്ളത്. ഒരു അക്വാ ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു റെഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടുകൊണ്ട് നമ്മൾ അധികം ഒന്നും പറയുന്നില്ല. അത്യാവശ്യം നല്ലൊരു മോഡലാണ്. നല്ലൊരു പ്രൈസ് റേഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയൊരു മോഡലാണിത്. നെക്സ്റ്റ് വരുന്നത് ബ്രസയാണ്. അതും സെൻറ്റിയുടെ മോഡലാണ്. പക്ഷേ പത്മിനി പോലെ നമുക്കിത് നമ്മുടെ ടാക്സി പോലെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഡോറൊക്കെ സീൽഡാണ് വരുന്നത്. പക്ഷേ എക്സ്റ്റീരിയറൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഇൻറ്റീരിയർ വരുന്നത് ഫുൾ ഗ്രേയിലാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഫ്രണ്ടിൽ ബ്രസ എന്നല്ല എഴുതിക്കുന്നത്, ബ്രെഡ്സാണ് എഴുതിക്കുന്നത്. കാരണം വണ്ടി ഒഫീഷ്യൽ ലൈസൻസ് കാര്യങ്ങളൊന്നുമല്ല. അടുത്തത് എൻ്റെ വരുന്നത് 1/32 വരുന്നൊരു സ്കെയിൽ മോഡലാണ്. സോ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെറിയ കാർസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വണ്ടിപ്രാന്തുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സോ അടുത്തായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു BMW ആണ്. അതുപോലെ ഞാൻ ഈ അൺബോക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വണ്ടിയുടെ പേരുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
ആ വണ്ടിയാണ് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.